നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് INDA സഖ്യം തമിഴ്നാട്ടിൽ നിർണായക നീക്കം നടത്തിയിരിക്കുന്നു. DMK കോൺഗ്രസ് സഖ്യത്തിൽ ഇത്തവണ നടൻ കമൽ ഹാസന്റെ മക്കൾ നീതി മയ്യം സഹകരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ DMK സഖ്യത്തിന്റെ താരപ്രചാരകൻ എന്ന റോളിലേക്ക് മാത്രമായി കമൽ ഹാസൻ ഒതുങ്ങുകയും ചെയ്യും. DMK കോൺഗ്രസ് സഖ്യവുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമലോ പാർട്ടിയോ മത്സരിക്കില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. താനോ തന്റെ പാർട്ടിയോ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. എന്നാൽ DMK സഖ്യവുമായി തങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സഹകരണം എന്തെങ്കിലും സ്ഥാനത്തിന് വേണ്ടിയല്ല, മറിച്ച് രാജ്യത്തിന് വേണ്ടിയാണ് എന്നുകൂടി കമൽഹാസൻ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ മക്കൾ നീതി മയ്യത്തിന് 2025 ഒരു രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറിയായ അരുണാചലം പ്രതികരിച്ചിട്ടുള്ളത്. DMK നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം അരുണാചലത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത്തവണ തങ്ങൾ മത്സരരംഗത്തില്ല എന്ന് അദ്ദേഹവും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇന്ന് രാവിലെ DMKയുടെ നേതാവും നടനുമായ ഉദയനിധി സ്റ്റാലിനുമായി കമൽഹാസൻ ചർച്ചകൾ നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് തങ്ങൾ മത്സരരംഗത്തില്ല എന്നുള്ള തീരുമാനം മക്കൾ നീതിമയ്യം അറിയിക്കുന്നത്. നിലവിലെ സീറ്റ് ധാരണ അനുസരിച്ച് കോൺഗ്രസ് തമിഴ്നാട്ടിൽ 9 സീറ്റുകളിലാണ് മത്സരിക്കാൻ പോകുന്നത്. പുതുച്ചേരിയിൽ ഒരു സീറ്റിൽ കൂടി കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. സഖ്യത്തിലുള്ള മുസ്ലിം ലീഗ് ഒരു സീറ്റിലും ജനവിധി തേടുന്നു. വിടുതലെ ചിരുതായ്ക്കൾ കക്ഷി അഥവാ VCK 2 സീറ്റിലും വൈക്കോയുടെ MDMK ഒരു സീറ്റിലും മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. എന്തായാലും കമലിന്റെ പിന്മാറ്റം BJPക്ക് വലിയ പ്രതീക്ഷകൾ സമ്മാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കോയമ്പത്തൂരാണ് ഈ മക്കൾ നീതി മയ്യത്തിന്റെ കോട്ട എന്ന് പറയുന്നത്. പക്ഷെ അവിടെ BJPക്ക് കാര്യമായ വോട്ട് ബാങ്കുകളുണ്ട്, കാര്യമായ വേരോട്ടവുമുണ്ട്. കോൺഗ്രസ് MLA പോലും അടർത്തിയെടുത്ത് സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരാൻ അണ്ണാമലയ്ക്കും കൂട്ടർക്കും സാധിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് കമൽഹാസന്റെ ഈ ഒരു പിന്മാറ്റം കൂടി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പെട്ടിയിൽ വോട്ടുകളായി വീഴുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം.